പെരിങ്ങോം പൂമംഗലോരം തറവാട് സംഘടിപ്പിച്ച സ്നേഹസൗഹൃദം വേറിട്ട അനുഭവമായി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. വ്രതവിശുദ്ധിയുടെ പര്യായമായ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ മുന്നോടിയായി പെരിങ്ങോം പൂമംഗലോരം തറവാട് സംഘടിപ്പിച്ച സ്നേഹസൗഹൃദം വേറിട്ട അനുഭവമായി. സൗദി അറേബ്യ ദമാമിലെ മലയാളികളുടെ കൂട്ടായ്മയായ അറേബ്യൻ ഈഗിൾസ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട് KB അൻസാർ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ വളരെ ഏറ്റവും മൗലികമായ അല്ലെങ്കിൽ മൂല്യവത്തായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഇല്ലാത്തവർക്ക് പങ്കുവെക്കുക എന്നുള്ള ഒരു ആശയം അത് വളരെ താഴ്ന്ന നിലയിൽ വളരെ ചെറിയ രീതിയിൽ നടത്തുന്നു എന്നുള്ളതാണ്. എത്ര ഉണ്ടാക്കിയാലും നമ്മൾ മരണപ്പെടുമ്പോൾ ഒന്നുമില്ലാതാണ് പോകുന്നത്. പക്ഷേ രാജ്യത്ത് സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് മാറപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഭാഗ്യത്തിന് സ്വാഗതപ്രസംഗം പറഞ്ഞ പോലെ കേരളം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം ഇത്തരം കൂട്ടായ്മകളും ഇത്തരം ചെറിയ ചെറിയ സംഘം ചേർന്നുള്ള അല്ലെങ്കിൽ ആളുകൾക്കും അള്ളാഹു അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും ഈ റമദാൻ മാസത്തിലെ 27 രാവ് കഴിഞ്ഞു 28, 29 ആകുകയാണ്. ഈ റമദാനിന്റെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ഈ സദഖകളും ഇതെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് അംഗങ്ങളായ M. സക്കീന ടീച്ചർ, PP. ജാസ്മിന എന്നിവർ ചേർന്ന് ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി. കുടുംബാംഗവും മാധ്യമപ്രവർത്തകനുമായ പെരിങ്ങോം ഹാരിസ് സ്വാഗതം പറഞ്ഞു. മുസ്തഫ പൊന്നമ്പാറ അധ്യക്ഷത വഹിച്ചു. NM ജോൺ, KK വേണുഗോപാലൻ, ഷജീർ ഇക്ബാൽ, ഹരീഷ് കായല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. 20 കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഇവരുടെ ഈ കൂട്ടായ്മയിൽ ഇനിയും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എല്ലാ ജാതിപത ഭേദമന്യേ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാകുന്ന ഈ സംഘടന വലിയ രീതിയിൽ മുമ്പോട്ട് പോകാൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്നലകളിൽ നമുക്ക് എടുത്തു കാണിക്കാൻ ബാക്കിയായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ വലിയ നന്മ എന്ന് പറയുന്നത്. അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെയും പങ്കുവെക്കലുകളിലൂടെയും ഒക്കെയാണ് ഇവിടെ നമ്മൾ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും ചെറുതായി ഈ നാടിൻ്റെ നന്മകളെ ഇനിയും പരിപോഷിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടുപോകും. മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ ഇത്തരം നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നു. ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല റമദാന്, അതുപോലെ ആത്മീയതയുടെയും ചൈതന്യത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തുറന്നു കാട്ടുന്ന ഒരു മാസമാണ് റമദാന്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ മലയാളി കൂട്ടായ്മ ഗൾഫിലുള്ള ദമാമിലുള്ള മലയാളി കൂട്ടായ്മയിൽ നമ്മുടെ ഞാനും ഒരു പൂമംഗലം ഫാമിലിയിൽപ്പെട്ട ആളെന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം അതിൽപ്പെട്ട നമ്മുടെ അഷ്റഫ് എന്നവരും അംഗമായ ഈ ഒരു ദമാമിലുള്ള കൂട്ടായ്മയാണ്. അത് നമ്മുടെ വന്യനായ മരണപ്പെട്ടുപോയ ഈ നാടിൻ്റെ ഒക്കെ കാരണവരായ മൊയ്തീൻകുട്ടി കാരണവരെന്നവരുടെ പ്രിയപ്പെട്ട മകൻ അഷ്റഫും അവരുടെ ചെറുപ്പക്കാരും കൂടി അവിടെ 28 വർഷത്തോളം ആയി അവിടെ ഒരു കൈകാര്യം ചെയ്യുന്നു, നന്മയുടെ കൈകാര്യം ചെയ്യുന്നതാണ്. അവർ ഈ നമ്മുടെ കൂടെയുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളെ കൈപിടിക്കാൻ ഇരു കൈയും നീട്ടി നമ്മോട് അവർ വന്നിരിക്കുകയാണ്. ഇത് വലിയ ഹൃദ്യമാണ്, ഊഷ്മളമാണ്. അവർക്ക് ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംബന്ധിക്കാനുള്ള കഴിവ്, എല്ലാം സഹകരിക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ഒരു മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രം പറഞ്ഞു. എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇതുപോലുള്ള പരിപാടി ഇതിനു മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നാലും ഇന്ന് രാവിലെ ഹരീഷ് സാർ കൊണ്ടെന്ന് പറഞ്ഞ് ഇതുപോലൊരു ചെറിയൊരു പരിപാടി ഉണ്ട്, നിങ്ങൾ അവിടെ അറ്റൻഡ് ആവണമെന്ന്. അപ്പോൾ വന്നതിൽ വളരെയധികം സന്തോഷം. കൊള്ളാലോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണോ? ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല.
പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ 16 മുതൽ 21 വരെ ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ഫെസ്റ്റ് ആരംഭിക്കാൻ പോവാ. ചെയിനുകൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നത്. അവരുടെ ഓഫർ കേട്ടല്ലോ, ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ.